ഹലോ, എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ, നമുക്ക് പല ആളുകൾക്കും ഈ പി എമ്മിനെ എൽ എമ്മിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ചെയ്തിരുന്നതാണ് പി എം ടു എൽ എം മൈഗ്രേഷൻ. പക്ഷേ അതിൽ കുറച്ച് മാറ്റങ്ങൾ പുതിയ അപ്ഡേഷൻ പ്രകാരം നമുക്ക് വന്നിരുന്നു. അപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു കാര്യവും. പിന്നെ നമുക്ക് നമ്മുടെ ഗ്രോത്ത് സ്റ്റാറ്റസ് കാണാനായിട്ടുള്ളതിൻ്റെ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരുപാട് സംശയങ്ങൾ മാറിക്കിട്ടും. സോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു ബെനിഫിഷ്യറിനെ എടുക്കാം. ബെനിഫിഷ്യറിയുടെ അകത്ത് നിങ്ങൾ പി എമ്മിനെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പി എം ഉണ്ട്, ഒരു പി എമ്മിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എൽ എമ്മിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നോർമലി പി എമ്മിൽ പോവും. അതിൽ 9 മാസമായ ആൾ, ഇപ്പോൾ ശ്രദ്ധിച്ചു, നിങ്ങൾ ഇതിൽ 9 മാസവും 8 മാസം ഉണ്ട്. 9 മാസം നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് 9 മാസമായ സിജിത കണ്ടില്ല, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താകും, മൈഗ്രേറ്റ് ടു ലാക്ടേറ്റീവ് മദർ, രണ്ടാമത് കണ്ട മൈഗ്രേറ്റ് ടു ലാക്ടേറ്റീവ് മദർ എന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ 8 മാസമായ ദിമിന മുകളിലുണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മൈഗ്രേറ്റ് ടു ലാക്ടേറ്റീവ് മദറും കാണാം, കണ്ടില്ലേ. അപ്പോൾ നമുക്കൊരു 3 മാസം 4 മാസമായൊക്കെ ആയ പി എം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മൈഗ്രേറ്റ് ടു ലാക്ടേറ്റീവ് മദർ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നമുക്കിവിടെ സിജിത 9 മാസമായി, നമ്മളിത് എടുത്തു, മൈഗ്രേറ്റ് ടു ലാക്ടേറ്റീവ് മദർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഡെലിവറി ഡേറ്റ് അടിച്ച് നേരെ അങ്ങോട്ട് നെക്സ്റ്റിലേക്ക് മാറ്റാം, പതിവ്, ഓർമ്മയില്ലേ. അതുപോലെ അബോഷനാണോ, മുന്നുള്ള ഡെലിവറി ആണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ മുകളിൽ വരാറുണ്ട്. ഇപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണത്, മിസ്കാരേജോ അബോഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മുകളിൽ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കണ്ട, മുകളിൽ ടു എൻ്റർ മിസ്കാരേജ് അബോഷൻ സ്റ്റിൽ ബർത്ത് ഡീറ്റെയിൽസ് ക്ലിക്ക് ഹിയർ കണ്ട. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുള്ള, അതായത് നോർമൽ ഡെലിവറി അല്ലാണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലിക്ക് ഹിയർ എന്ന മുകളിൽ കണ്ട, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കണ്ട, ആ സിജ് 40 വയസ്സായ അമ്മ 9 വയസ്സായി 9 മാസം, അതിൽ നോക്കിയാൽ മിസ്കാരേജ് ഉണ്ട്, അബോഷനുണ്ട്, സ്റ്റിൽ ബർത്ത് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അബോഷനാണ് 20 വീക്കിന് വിത്തിൻ 20 വീക്ക് കണ്ട, ആഫ്റ്റർ 20 വീക്കിന് അബോഷൻ അവിടെ വേറെ കൊടുത്തിട്ടുണ്ട് കണ്ട. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായി, അവിടെ അത് സെലക്റ്റായി. സോ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് ഓഫ് മിസ്കാരേജ് കണ്ട, മിസ്കാരേജ് എന്നാണോ ഉണ്ടായേ ആ ഡേറ്റ് നിങ്ങൾ അവിടെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ആ സബ്മിറ്റ് കൊടുക്കുക. അത് സെലക്റ്റായി, അത് സബ്മിറ്റായി. അങ്ങനത്തെ കേസുകൾക്ക് മാത്രം ഇട്ടാൽ, അല്ല നിങ്ങൾക്ക് നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതായത് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റ് ഓഫ് ഡെലിവറി കണ്ടില്ലേ, ഡേറ്റ് ഓഫ് ഡെലിവറി എന്നാണെങ്കിൽ ആ ഡേറ്റ് അവിടെ അടിക്കണം. ഓക്കെ, സോ പ്ലേസ് ഓഫ് ഡെലിവറി നമുക്ക് ഹോമും ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് പണ്ടൊക്കെയാണ് ആ ഈ ഒരു കേസ് ഉണ്ടാവാറ്, വീട്ടിൽ തന്നെ നമ്മൾ പ്രസവിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ ഭൂരിഭാഗം ഇൻസ്റ്റിറ്റ്യൂഷനാണ്, വീടുകളിൽ അങ്ങനെ കണ്ടിട്ടില്ല. എന്നിരുന്നാൽ കൂടി ഒരു ഓപ്ഷൻ കൊടുത്തതാണ്, ഉള്ളേരിയകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്തു, ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ നമ്മളത് ഏതാണെങ്കിൽ സെലക്ട് ചെയ്യുക. അവരുടെ വെയിറ്റ് ഇവിടെ അടിക്കണം, അതായത് ഇത് നമ്മുടെ ആ കുട്ടീനെ മുന്നേ ഈ ഹൈറ്റും വെയിറ്റും അടിക്കൽ ഉണ്ടായിരുന്നില്ല പ്രസവിക്കുന്ന സമയത്ത്. ഇപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആ കുട്ടിയുടെ ജനന സമയത്ത് വെയിറ്റ് എത്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെയിറ്റ് അടിക്കണം. ഓക്കെ, അതുപോലെ ആ കുട്ടിയുടെ ഹൈറ്റ് അടിക്കണം. ഓക്കെ, അപ്പോൾ എത്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ താഴെ കിടന്ന പ്രൊസീജിയർ അടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പി എമ്മിൽ നിന്നും എൽ എമ്മിലേക്ക് വരും കേട്ടോ. ഈ ഒരു ചേഞ്ചിൽ വന്നിട്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഗ്രോത്ത് സ്റ്റാറ്റസ്, പല ആളുകൾക്കും ഒരുപാട് സംശയം വന്നിട്ടുണ്ടായിരുന്നു ഗ്രോത്ത് സ്റ്റാറ്റസിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ ഗ്രോത്ത് സ്റ്റാറ്റസ് നോക്കണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 3 to 6 ഇയർ കുട്ടീനെ എടുത്തു, അതിൽ നിങ്ങൾ ഒരു കുട്ടീനെ എടുക്കാം, ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ താഴെ കണ്ട ഗ്രോത്ത് ഹിസ്റ്ററി, ഇപ്പോൾ ഇതിൽ ഏബിൾ ഡൊമിനിക് എന്ന് പറഞ്ഞ കുട്ടീൻ്റെ ഗ്രോത്ത് ഹിസ്റ്ററി നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടീനെ നോക്കി നിങ്ങൾ അവസാന 3 മാസത്തെ കണ്ട, 5-ാം മാസം, 6-ാം മാസം, 7-ാം മാസം, ഇത് 8-ാമത്തെ മാസമല്ലേ, അങ്ങനെ ലാസ്റ്റ് 3 മാസത്തെ ആ കുട്ടിയുടെ ഗ്രോത്ത് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അതിൽ കണ്ട ആ കുട്ടിയൊക്കെ നോർമലാണ് കണ്ട, ആ വേസ്റ്റിങ്ങിൽ മാമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വേസ്റ്റിങ്ങിൽ കാണാം, നമ്മൾ നോക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നോക്കിയാൽ നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തലേമാസം എന്തായിരുന്നു, ഇനി വരാൻ പോണ മാസം അതനുസരിച്ച് നിങ്ങൾക്ക് ഹൈറ്റും വെയിറ്റ് ഇടുമ്പോൾ അത് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഗ്രോത്ത് ഹിസ്റ്ററി നിങ്ങൾ വളരെയധികം ഹെൽത്ത് സ്റ്റാറ്റസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് മെൻഷൻ ചെയ്ത് വെക്കണം കേട്ടോ, വിട്ടുപോകരുതേ. ഇതാണ് മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയത്. നമുക്ക് കുറച്ചുകൂടി ചേഞ്ചസുകൾ വന്ന കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം നമുക്ക് ഓരോ അപ്ഡേഷൻസ് വരുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് ആ അപ്ഡേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ചെയ്യുന്ന അറ്റൻഡൻസ് ഇട്ടു, അതുപോലെ THR മാർക്ക് ചെയ്യുക, അതുപോലെ HCM മാർക്ക് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ആ ഫോൺ എടുത്ത് വയ്ക്കും.
പിന്നെ അതിൽ വന്ന ചേഞ്ചസ് എന്താണ്, പുതിയതായിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ടെന്നോ ആരും നോക്കാറില്ല. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ വരുന്ന അപ്ഡേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് തരുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.